ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഒരു വീടിൻ്റെ വ്ളോഗ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചെയ്യണതിൻ്റെ മുന്നേക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാലേ, പെയിൻ്റൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് പറയരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തായാലും പെയിൻ്റ് അടിക്കണം. അപ്പോൾ മുന്നത്തെ വീടിൻ്റെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഉമ്മറത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഞങ്ങളുടെ സോഫയാണ് കേട്ടോ. സോഫയുടെ കാല് പോകണം, എന്നാലും ഇരിക്കാനുള്ള പാകത്തിന് അച്ഛൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ കസാരയുണ്ട്, ഒരു പുതിയ കസാര ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ സാമ റൂം അവിടെ ഉണ്ട്, അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതാ ഇടനാഴികൾക്ക് കയറി ചെന്നാൽ പഴയ ടി വിയാണ് ഇരിക്കണത്. ഇത് ഞാൻ പറയും അച്ഛനോട് അമ്മോട് ഇത് മാറ്റി ഇവിടുന്ന്, പക്ഷേ മാറ്റാൻ സമ്മതിക്കില്ല. ആയിക്കോട്ടെ, പുതിയ ടി വി മേടിക്കുന്ന വരെ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങനെ കയറി ചെന്ന ഒരു റൂമാണത്. പ്രത്യേകിച്ച് എൻ്റെ ഫോണിന് തീരെ ക്ലിയർ ഇല്ല കേട്ടോ. അതും കൂടി ആകുമ്പോൾ ആകെ ഉള്ളൊക്കെ മങ്ങിയിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് പോയാൽ ഇതൊരു റൂം. അപ്പം ഞാൻ എഴുതണ ടേബിളാണിത്. ഞാൻ കിടക്കുമ്പോൾ താത്തക്ക് വെക്കും, എഴുതുമ്പോൾ അത് ആ ടേബിൾ കട്ടിലിൻ്റെ മേലേക്ക് വെക്കും, അങ്ങനെ. പിന്നെ അത് ഇപ്പുറത്തൊരു റൂമുണ്ട്. അപ്പം അത് നമ്മുടെ ഫസ്റ്റ് ഡൈനിങ് ഹാളായിരുന്നു, അത് പിന്നെ റൂമാക്കിയതാണ് കേട്ടോ. അവിടെ ഒരു കട്ടിൽ, അലമാറ, പിന്നെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. നമ്മൾ മെഷീൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പുറത്തൊക്കെ അടിച്ചു കൊടുക്കില്ല കേട്ടോ. ഒരു വീട്ടിൽ മെഷീൻ അത്യാവശ്യമില്ല, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അടുക്കളയിൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ, അതൊരു ഇഷ്ടം കൊണ്ട് വിരിച്ചതാണ്. പിന്നെ ബാക്കിയൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ഫ്രിഡ്ജ് ഇതാ അതുപോലെ ഉണ്ട് ബാക്കി. പിന്നെ പുറത്തേക്ക് വന്നാൽ വാതിൽ ചെറുതായിട്ട് കേടുന്നുണ്ട്, പുതിയ വാതിൽ വെക്കണം. പിന്നെ അടുക്കള ദാ അപ്പുറത്ത് സ്റ്റോർ റൂം. 2 വർഷത്തിന് ശേഷം മാറ്റങ്ങൾ മൊത്തം മുറ്റത്തായിരുന്നു കേട്ടോ. അതായത് വീട് ഇരിക്കണത് ഇറക്കത്തിലും കയറ്റത്തിലായിരുന്നു. അടുക്കളയൊക്കെ വന്നു കഴിഞ്ഞ് ഫുൾ ഇറക്കാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷം. JCB വന്ന് മണ്ണൊക്കെ അപ്പുറത്തെ മണ്ണ് ഇപ്പുറത്തേക്ക് ഇട്ട് നിരപ്പാക്കി കേട്ടോ. പിന്നെ ഇതാ നാരങ്ങമരം കുറേ കാലത്തിന് ശേഷം ഒന്ന് പൂവിട്ടു, കാത്തിരുന്നിട്ട് പൂവിട്ടതാട്ടോ. അങ്ങനെ സന്തോഷമുണ്ട്. പിന്നെ ഇതാ ബാത്റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു, നല്ല പൊളിഞ്ഞാടാറായ ബാത്റൂം. അപ്പോൾ പെട്ടെന്ന് അത് മാറ്റേണ്ടി വന്നു. അങ്ങനെ പുതിയൊരു ബാത്റൂം കയറ്റുന്നുണ്ട്. ഞാൻ എന്താ വീണ്ടും ഇതിൻ്റെ മുകളിൽ കാണിക്കണം, എന്തോ പറയാൻ വേണ്ടിയിട്ട് നേരത്തെ വീഡിയോ എടുത്താണ്. ഇപ്പോൾ ഞാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുതിയ ബാത്റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു മാവ് കണ്ടില്ലേ, അത് പൂത്തണ്ണു കേട്ടോ. പ്രാവശ്യം എങ്ങനെയാണെന്നാവോ, കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുറേ മാങ്ങളുണ്ടായിരുന്നു. ഇവിടെ മറ്റേ സീതപ്പഴം, പിന്നെന്താണ് പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പോയിട്ടോ. പക്ഷേ അപ്പം അടുക്കളയ്ക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ നിരപ്പ് കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അടുക്കളയുടെ അവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കേസായിരുന്നു. ഇപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ നിൽക്കാൻ ഇഷ്ടം അടുക്കള ഭാഗത്താണ്. പിന്നെ ഇതാ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്, ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തിന് ശേഷം വീട്ടിലും പുറത്തും വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.